നമസ്കാരം. ഗതാഗത വകുപ്പ് മന്ത്രി കെ ഗണേഷ് കുമാർ എന്താ സുമ്മാവാ? ഗണേഷ് കുമാറിന്റെ മോട്ടോർ വാഹന വകുപ്പ് എന്നാ സുമ്മാവാ എന്നൊക്കെ ചോദിച്ചാൽ ഇത് രണ്ടും സുമ്മാതല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഇന്നലെ ഗണേഷ് കുമാറിന്റെ മോട്ടോർ വാഹന വകുപ്പ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കേവലം വീഡിയോയുടെ റീച്ചിന് വേണ്ടി റോഡിൽ തെമ്മാടിത്തരം കാണിച്ചു കൂട്ടുന്നവർക്ക് നല്ല ഗംഭീരമായൊരു പണിയാണ് ഇന്നലെ RTO കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു യൂട്യൂബർ സഞ്ജു ടെക്കി, ഇയാൾ ആവേശം സിനിമയിലെ അമ്പാൻ ഒരു തമിഴ് ലോറിയിൽ ടർപ്പോളിനൊക്കെ വിരിച്ച് അതിൽ വെള്ളം നിറച്ച് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അതിൽ കുളിക്കുന്ന ഒരു രംഗം എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ആ രംഗം റീക്രിയേറ്റ് ചെയ്ത് ഒന്ന് വൈറലാകാൻ വേണ്ടി ശ്രമം നടത്തിയതാണ് ഈ സഞ്ജു ടെക്കി എന്ന് പറയുന്ന യൂട്യൂബർ. എങ്ങനെയാണ് ശ്രമം നടത്തിയത്? അതായത് സഫാരി കാറിൻ്റെ ബാക്കിലെ സീറ്റുകളൊക്കെ ഇളക്കി മാറ്റി ഒരു ടർപ്പോളിനൊക്കെ വിരിച്ച് അതിൽ വെള്ളമൊക്കെ നിറച്ച് ആ വെള്ളത്തിൽ ഈ സഞ്ജു ടെക്കിയും സുഹൃത്തുക്കളും കിടന്നങ്ങ് ആറാടുകയാണ്. എന്നിട്ട് പൊതുനിരത്തിലൂടെ ആളുകൾ സഞ്ചരിക്കുന്ന വളരെ തിരക്കുള്ള റോഡിലൂടെ ഈ വാഹനം ഓടിക്കുകയാണ്. വാഹനം ഓടിക്കുന്ന ഡ്രൈവറും തിരിഞ്ഞു നോക്കിയൊക്കെ നന്നായി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അപകടകരമായ രീതിയിൽ ഇവരിങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ പോകുന്നതിനിടയിൽ ഈ വെള്ളത്തിന്റെ മർദ്ദം കൊണ്ട് ഇടയ്ക്ക് എയർ ബാഗ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതൊക്കെ നമുക്ക് കാണാം. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവസാനം ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സഞ്ജു ടെക്കിയുടെയും അതുപോലെ തന്നെ ഈ ഡ്രൈവറുടെയും ഈ വാഹനത്തിന്റെ ഉടമയുടെയൊക്കെ ലൈസൻസ് അടക്കം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയുന്നത് അത് റീച്ചിന് വേണ്ടിയാണ് എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. റീച്ചിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും കാണിച്ചു കൂട്ടാം, ഒരു പ്രശ്നവുമില്ല. റീച്ചാണല്ലോ മുഖ്യം. ഈ പറയുന്ന റോഡിലൂടെ ഈ വാഹനം ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഞങ്ങൾ കാരണക്കാരല്ല, ഞങ്ങൾക്ക് റീച്ചാണ് ഏറ്റവും പ്രധാനം. ഞങ്ങൾ ഇവിടുത്തെ നിയമവ്യവസ്ഥകളെയും നിയമങ്ങളെയൊക്കെ വെല്ലുവിളിക്കും. ഇനിയിപ്പോൾ ഞങ്ങളെ ആരെങ്കിലും വിമർശിക്കാൻ വേണ്ടി രംഗത്തേക്ക് വരികയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ചെയ്ത് അവരെ വിമർശിക്കും എന്ന ഒരു റൂട്ടാണല്ലോ ഇവരൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോക്കെതിരെ നിരവധി വിമർശനങ്ങൾ ഉയരുമ്പോഴും പിറ്റേ ദിവസം ഈ സഞ്ജു ടെക്കി ഒരു പുതിയ വീഡിയോ ചെയ്യുകയാണ്. അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, വളരെ അവരെ ആക്ഷേപിച്ചുകൊണ്ട് ഈ സഞ്ജു ടെക്കി ഈ പറയുന്ന RTOയിലേക്ക് വിളിച്ചുകൊണ്ട്, RTO ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് കേൾക്കാം എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക രീതിയിലുള്ള ഗിമ്മിക്ക് ന്യായീകരണ ക്യാപ്സ്യൂൾ ഇപ്പം എന്താ ഈ പറയുന്ന RTO അതിശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇതെല്ലാവർക്കുമുള്ളൊരു മുന്നറിയിപ്പാണ്, സഞ്ജു ടെക്കിമാർക്കുള്ള മുന്നറിയിപ്പാണ്. ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങൾ, പ്രത്യേകിച്ച് മഴക്കാലമാണ്, റോഡിലൂടെ ഇങ്ങനെ വാഹനങ്ങളൊക്കെ നിരവധി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും ഒരു അപക്വമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു യൂട്യൂബർ, ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാൾ ഇങ്ങനെ നിയമലംഘനങ്ങൾ നടത്തിക്കൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഇത്തരം അഴിഞ്ഞാട്ടങ്ങളെ ഇങ്ങനെ നിയമപരമായി തന്നെ നേരിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് മാതൃകാപരമാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സമൂഹ മാധ്യമങ്ങളിലെ ഇൻസ്റ്റ ID ആണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലാണോ, ഇതൊക്കെ നമ്മൾ എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് കേവലം റീച്ചിന് വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. വാഹനത്തിന്റെ മേളിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യുക, അതുപോലെ തന്നെ ഇതുപോലെ വണ്ടിയുടെ ഫ്രണ്ട് പൊക്കുക, ബാക്ക് പൊക്കുക, ഇപ്പോൾ കാറിനകത്ത് പൂളുണ്ടാക്കിയിട്ട് യാത്ര ചെയ്യുന്നു. അപ്പോൾ എന്ത് തോന്നിവാസവും കേരളത്തിൽ കാണിക്കാം എന്ന ഓവർ കോൺഫിഡൻസ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട്. വിമർശനങ്ങൾ ഉയരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്ത് ആ വിമർശകരുടെയും വിമർശനങ്ങൾ ഒരു കണ്ടന്റ് ആക്കി കൊടുത്ത് പൈസ ഉണ്ടാക്കാം എന്ന് ധരിച്ചിരിക്കുന്ന യൂട്യൂബർമാർ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ഇത് കേരളമാണ്. ഇവിടെ നിയമങ്ങൾ ലംഘിച്ചാൽ നിയമലംഘകരെ ഏത് രീതിയിൽ പാഠം പഠിപ്പിക്കണമെന്ന് നന്നായി തന്നെ ഓരോ വകുപ്പിനും അറിയാം. ഇതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നു, വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് വാർത്തയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വാർത്തയായിട്ടുണ്ടെങ്കിൽ അത് ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ വരെ വിമർശനം വരാനുള്ള സാധ്യതയുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രി നടപടി സ്വീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സഞ്ജു ടെക്കി ചെയ്തതാണോ എന്നുള്ള കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാറിന്റെ ബാക്കിലെ സീറ്റൊക്കെ ഇളക്കി മാറ്റി ഒരു പൂളുണ്ടാക്കി ഇത്രയും തിരക്കുള്ള വഴിയിലൂടെ കുട്ടികളടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നടന്നു പോകുന്നതൊക്കെ കാണാം, റോഡുകളിലൂടെയൊക്കെ പോകുന്നത് കാണാം. അങ്ങനെ ഒരു ഇടത്തോടെ ഇങ്ങനെ ഒരാൾ വാഹനം ഓടിക്കുക അല്ലെങ്കിൽ ഇങ്ങനൊരു വാഹനം കടന്നു പോകുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ചയ്ക്കെതിരെ ഇത്തരത്തിലൊരു കടിഞ്ഞാണിടുമ്പോൾ അതൊന്നും വാർത്തയല്ല കേട്ടോ. അതൊന്നും സർക്കാരിൻ്റെയോ ഗതാഗത വകുപ്പ് മന്ത്രിയുടെയോ ഒന്നും ഒരു ക്രെഡിറ്റ് അല്ല മാധ്യമങ്ങളെ സംബന്ധിച്ച്. മാധ്യമങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഗണേഷ് കുമാറിനെ ഇന്ന് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു അന്തിച്ചർച്ച വേണമെങ്കിൽ നമ്മുടെ പൊൻകിരണമൊക്കെ നടത്തിയിരുന്നേനെ. പക്ഷേ എന്ത് പറയാനാണ്, ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ RTO നടപടി സ്വീകരിച്ചു.
ഈ ലൈസൻസ് റദ്ദാക്കേണ്ടവരുടെ ലൈസൻസ് റദ്ദാക്കി. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു. ഇതൊരു വലിയ താക്കീത് തന്നെയാണ്. റോഡിലൂടെ ഇത്തരത്തിൽ അതിക്രമം കാണിച്ചുകൊണ്ട്, ഇത്തരത്തിൽ സാഹസികമായി യാത്ര ചെയ്തുകൊണ്ട്, റീൽസിനും മറ്റുള്ള വീഡിയോ ചിത്രീകരിക്കുന്നതിനൊക്കെ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കുണുവാവകൾക്ക് ഇതൊരു നല്ല അടി തന്നെയാണെന്ന് പറയാതെ വയ്യ. നമുക്കറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് വളരെ മോശമാണ്. റോഡിലേക്ക് സംബന്ധിച്ച് റോഡിലെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. റോഡുകളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു പൊതുനിരത്ത് തന്നെ, ഇങ്ങനൊരു റോഡ് തന്നെ തിരഞ്ഞെടുക്കുന്ന ഇവരുടെയൊക്കെ ഒരു മനോഭാവമാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരും കാണണം എന്നാണ്. അതായത് ഈ വീഡിയോയിലൂടെ മാത്രം കണ്ടാൽ പോരാ, ഇത് ലൈവായിട്ട് ഡയറക്റ്റായിട്ട് ആളുകൾ കാണണം എന്നൊരു ചിന്താഗതി, അത് എത്രത്തോളം ഒരു മാരകമായ ഒരു ചിന്തയാണ് എന്ന് പറയാതെ വയ്യ. ഇതൊരു മാനസികമായിട്ടുള്ള ഒരു അസുഖമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഒത്തിരി ആളുകൾ ഇപ്പോൾ നമുക്കറിയാം, ഈ കുറേ ടീമുകൾ, ഈ ബുൾജെറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടീമുകൾ ഉണ്ടായിരുന്നല്ലോ. ഇവരൊക്കെ ഈ പറയുന്നത് പോലെ എത്രത്തോളം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അവർ നിയമലംഘനം നടത്തി അവരെ ഈ പറയുന്നത് പോലെ ഈ ബുൾജെറ്റിൻ്റെ വാഹനം പിടിച്ച് RTO ഇടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയത് ആരൊക്കെയാണ്? മുലകുടി മാറാത്ത പിള്ളേരാണ്. എന്നിട്ട് എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ കേരളം കത്തിക്കുമെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ സഞ്ജു ടെക്കിനെ ഈ പറയുന്ന പോലെ എതിരെ നിയമ നടപടി സ്വീകരിച്ച വിഷയത്തിലും കുറേ മുലകുടി മാറാത്ത പിള്ളേരൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇപ്പോൾ കേരളം കത്തിക്കും എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരും. നമുക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മൂലം നമ്മുടെ കേരളത്തിൽ എന്തോരം ഈ പറയുന്നത് പോലെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരത്തിൽ ഒരാൾ കാണിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരുപാട് അയാൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരുപാട് ആളുകളെ സ്വാധീനിക്കാൻ, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കേവലം റീച്ചിന് വേണ്ടിയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ പൈസ കിട്ടുന്നുണ്ടാകാം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്കൊന്ന് അയാളെ സംബന്ധിച്ച് അയാൾക്ക് റീച്ച് കിട്ടുന്നില്ല, അതുകൊണ്ട് ചിലപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാകാം. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ മാത്രം സേഫ്റ്റി നോക്കരുത്. ഈ സൊസൈറ്റിയിൽ നിങ്ങൾ മാത്രമല്ല, ഒരുപാട് മറ്റ് ചില ആളുകൾ കൂടിയുണ്ട്. ചില മാനുഷിക പരിഗണനയും സഹജീവികളോടൊക്കെ കുറച്ചുകൂടി നമുക്കൊരു പ്രതിബദ്ധതയും ഒക്കെ ആകാം എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ RTO സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കയ്യടി അർഹിക്കുന്നതാണ്. ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തുന്ന, ഇത്തരത്തിൽ പ്രവർത്തികൾ ചെയ്യുന്ന അത് ആരാണെങ്കിലും അവരുടെ മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ട ബാധ്യത RTOയ്ക്കുണ്ട്. അങ്ങനെയുള്ള നടപടികൾ എക്കാലത്തും സ്വീകരിക്കണം, രാഷ്ട്രീയം പോലും നോക്കാതെ സ്വീകരിക്കണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുപോലൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു തവണ വാർത്ത എടുക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ പിന്നിൽ വന്നൊരു കാർ ഇടിക്കുകയാണ്. കാർ ഇടിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു. എൻ്റെ കൈക്കും അതുപോലെ തന്നെ കാലിനും ഒക്കെ ഗുരുതരമായിട്ട് മുറിവ് സംഭവിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കാർ ഓടിച്ചപ്പോൾ ഇന്ന് ഫോൺ എടുത്ത് കോൾ ചെയ്തു, അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, നമ്മുടെ ചെറിയ അശ്രദ്ധ കൊണ്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഉണ്ടാകാവുന്ന അപകടങ്ങൾ, അത് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന മുറിവുകൾ അത് വളരെ വലുതാണ്. നിങ്ങളെപ്പോലെ തന്നെ കാത്തിരിക്കാനൊക്കെ വീട്ടിൽ മറ്റുള്ളവർക്കും ആളുകളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നുള്ളൊരു ചിന്ത റോഡിലേക്ക് ഇറങ്ങുന്ന എല്ലാവർക്കും വേണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതായത് ആ വാഹനത്തിൽ ഡ്രൈവർ പോലും വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹത്തെ കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു, അദ്ദേഹം പിടിയുന്ന അശ്രദ്ധമായിട്ട് തിരിഞ്ഞു നോക്കുന്നൊക്കെ നമുക്കതിൽ കാണാം. നമുക്കറിയാം KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹം അധികാരമേറ്റ ശേഷം എത്രയധികം നിയമലംഘനങ്ങളാണ് പിടികൂടിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. മുഖം നോക്കാതെ അദ്ദേഹം നടപടിയെടുക്കും. അതിൻ്റെ പേരിൽ എന്ത് പഴി കേൾക്കേണ്ടി വന്നാലും അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലെന്ന്. അത്രമാത്രം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന, നമ്മളൊക്കെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രി എങ്ങനെയാകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ആയി പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ തകർക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപ്രഭാവം ഇല്ലാതാക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള കുത്തിത്തിരിപ്പ് വാർത്തകളൊക്കെ ഓരോ ദിവസവും പടച്ചു വിടുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ നമുക്കറിയാം KSRTCയെ പോലും അദ്ദേഹം വലിയൊരു ലാഭത്തിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ അവസ്ഥയൊക്കെ ശരിക്കും മാറിയിരിക്കുകയാണ്. KSRTCയുടെ മുഖം തന്നെ മാറിയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കൈവച്ച എല്ലാ ഇടങ്ങളിലും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള വലിയ നേട്ടങ്ങളാണ്. ഇതൊക്കെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഒരു നല്ല പ്രവർത്തികൾ കാഴ്ചവെച്ചുകൊണ്ട്, മാതൃകാപരമായിട്ടുള്ള പല പ്രവർത്തികളും കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു മന്ത്രി ഇതിൻ്റെ തലപ്പത്തുള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള യൂട്യൂബർമാരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്തൊക്കെ രീതിയിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയാലും അതിനൊക്കെ കടിഞ്ഞാണിടാൻ ഇവിടെ ഒരു മന്ത്രിയുണ്ടെന്നും ആ മന്ത്രിയുടെ പേര് KB ഗണേഷ് കുമാർ എന്നാണെന്നും ഇടയ്ക്കൊക്കെ ഇനി ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.